എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നമ്മൾ പ്രതികാരം പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. ആദ്യത്തെ കമൻറ്റ്, ജൂലി വി നായർ. ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ അജുവേട്ടനിലൂടെയാണല്ലോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. അതിനേക്കാളും ഉന്നതങ്ങളിൽ ജഗ്ഗുമോൻ എത്തും. നല്ല മോനാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് ജഗ്ഗുവിന്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന സരിതക്കുട്ടി. അമ്മേ, അതിന് 101 ലൈക്ക് കിട്ടിയിട്ടാ കമൻറ്റിന്. അതായത് നമ്മുടെ ജ്യോതി ചേച്ചിയുടെ പാചക വീഡിയോയിൽ സരിത പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ അമ്മമാരും ബന്ധുക്കളെയും കുറേ ചേട്ടൻ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചേട്ടന്മാരെയും. ഒരു കാലഘട്ടം എന്ന് പറയണതേ, അത് ആലോചിക്കാറുണ്ട് കേട്ടോ ഞാനത്. കാരണം നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. വന്ന വഴി മറക്കുമ്പോഴല്ലേ നമുക്ക് അഹങ്കാരം വരാം. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഈശ്വരാ എന്തെല്ലാം കടന്നുപോയി, എന്തെല്ലാം അതുകളിൽ കൂടെ കടന്നുപോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കല്യാണത്തിന് പോയിട്ട് ഈ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നിൽക്കുമ്പോഴേ അവർക്കൊരു രസം. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ ഞാൻ എന്ത് വേണമെങ്കിൽ ചേട്ടനെ പറയും. പക്ഷെ വേറെ ആരെങ്കിലും ചേട്ടനെ കുറ്റം പറയണത്, കളിയാക്കി അങ്ങനെ മോശമാക്കി പറയണതൊന്നും അതൊരു ഭാര്യയ്ക്കും സഹിക്കില്ലല്ലോ. എന്നിട്ട് ഞാനൊരു പ്രാവശ്യം എനിക്കങ്ങോട്ട് ഇവിടെയൊക്കെ വിങ്ങിപ്പൊട്ടിയിട്ടേ സങ്കടം സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് വരില്ലേ. അപ്പോൾ അവിടെ നിന്ന് കരയാനും ഒന്നും പറ്റില്ലല്ലോ. ഞാൻ ഊട്ടി ബാത്റൂമിൽ കയറി ഡോർ അടച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ചേട്ടാ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാനൊരു കല്യാണത്തിന് സരിതര വീടിൻ്റെ അവിടുത്തെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഒരു പള്ളിയിലായിരുന്നു കല്യാണം. അപ്പോൾ പള്ളിയിൽ കല്യാണത്തിന് പോയപ്പോൾ സരിതരെ പരിചയമുള്ളൊരു പ്രൊഫസറാണ് കേട്ടോ. ആൾ തന്നെ അന്ന് പണിയും തൊഴിലും വീടും കിടാങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭയങ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആളെ കണ്ടിട്ട് ഇത് ഇങ്ങനെ വന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ നടന്നു വരാണ് കല്യാണത്തിന്. അപ്പോൾ ഇങ്ങനെ ഷെയ്ക്കേണ്ടത് എന്നാൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നിട്ടെന്നറിയുമോ, ഇപ്പോൾ പണിയും തൊഴിലൊന്നും ഇല്ല അല്ലേ എന്ന്. ഒരു കോളേജിൽ പഠിപ്പിച്ചോടുന്ന പ്രൊഫസറാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ മൂത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ സുഖമല്ലേ എന്നാ ഇങ്ങനെയല്ലേ ചോദിക്കുക നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ് എന്നോടത്. ഞാനത് ചിരിച്ചു തള്ളി ഇങ്ങനെ പോയി. അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് കണ്ടമാനുണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ വിടാൻ നിൽക്കാം, ചിലതൊന്നും നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലെ ആളുകൾ മുന്നിൽ വെച്ചിട്ടാണ് ഇത് പറയണതേ. അപ്പോൾ പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ കുട്ടികളും കൂടി ഇല്ലാണ്ടായപ്പോഴേ ഒന്നിനും കൊള്ളാത്തവൻ കിഴങ്ങൻ അങ്ങനെയൊക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടെ കുട്ടികളും കൂടി ഇല്ലാണ്ടായപ്പോൾ പൂർത്തിയായില്ലേ. അപ്പോഴാണ് ആ സമയത്താണ് ചേട്ടന് ഭയങ്കരമായിട്ട് ചേട്ടൻ ഡൗൺ ആയത്. ഭയങ്കര എല്ലാവരെയും അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചേട്ടൻ പുറത്തിറങ്ങാണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു അയ്യോ നമ്മളിങ്ങനെ ഒന്നിനും കൊള്ളാത്തവനാ അങ്ങനെയല്ല കേട്ടാ. ചേട്ടൻ ഭയങ്കര പോസിറ്റീവായിട്ട് അതിനൊക്കെ പോസിറ്റീവാക്കി ഇതാക്കും. ഇല്ല നമുക്കൊരു നല്ല കാലം വരും. അങ്ങനെ എന്നോട് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാതെ പിന്നെ നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മുടെ ഒപ്പം വരവർ, അല്ലെങ്കിൽ നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാവും, നമുക്ക് കഷ്ടകാലം വരുമ്പോൾ നമ്മളെ വിട്ടു പോകുന്നവർ, അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. ചില സമയത്ത് നമുക്ക് അതിനേക്കാളും വിഷമം തോന്നുന്ന കാര്യമുണ്ട്. നമുക്ക് മോശം സമയം വരുന്ന സമയത്ത് നമ്മുടെ ഒപ്പം നിന്നിട്ട് നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മളെ ദ്രോഹിക്കുന്നവർ അല്ലേ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇവരെ തനി സ്വഭാവം മനസ്സിലാവുക. അപ്പോൾ ഇത്ര നാൾ നമുക്ക് കഷ്ടപ്പാടായിരുന്ന സമയത്ത് ഇവർ കൂടെ നിന്നെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ സന്തോഷിക്കുകയായിരുന്നു. നിങ്ങളിവിടെ ഇങ്ങനെ ലോ ഇതിലാണ് കിടക്കണേ, താഴെ ഇതിൽ കെടുക്കുകയാണ്, ഇന്ന് നിങ്ങളുടെ ഗതി ഇത് തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള രീതിയിൽ നിന്നിരുന്നേ. പിന്നെ നമ്മൾ പതുക്കെ നമ്മളൊന്ന് കയറി വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോട് ചെയ്യാവുന്ന പരമാവധി നമ്മളെ ദ്രോഹിക്കലും ഇതും കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓഹോ അപ്പം ഇങ്ങനെ ആയിരുന്നില്ല. അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാലേ ജീവിതത്തിലത്തെ 2 കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകണം. നല്ല സമയവും മോശം സമയവും ഉണ്ടാവണം. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പിടികിട്ടും ആരാണ് കൂടി ഉണ്ടാവുക. ഈ 2 സമയത്തും നമ്മുടെ ഒപ്പം ഉണ്ടാവണം. നമുക്കൊരു മോശം സമയമായിട്ട് നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മളോട് അസൂയപ്പെടുന്നവരാണെങ്കിൽ പിന്നെ എന്ത് കാര്യം. ഹാപ്പി ലൈഫ്. ദൈവമേ, അജു ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. ആരാ ഇതൊക്കെ പറഞ്ഞത്? സരിത ചേച്ചി പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ സങ്കടമായി. എന്തായാലും ഇപ്പോൾ സുഖമായല്ലോ. നിങ്ങളുടെ ഓരോ വളർച്ചയിലും ഞങ്ങൾ ഓരോരുത്തരും സന്തോഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് സങ്കടപ്പെടാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രായ വ്യത്യാസത്തിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതാണ്, ഇന്ന് വരെ കണ്ടു. എന്നും കണ്ടില്ലെങ്കിൽ സങ്കടമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് 3 ആളോടും. സന്തോഷം. വാലി ലൈഫ്. ഞാനും ആദ്യം തുടങ്ങി വീഡിയോ കാണുന്ന ഒരു അനിയത്തിയാണ്. ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ മീൻ പിടിച്ച് നിൽക്കണം മീശയില്ലാത്ത ഒരാളുടെ വീഡിയോ എപ്പോഴും യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ടാവും. ആദ്യമൊക്കെ സജസ്റ്റഡ് വീഡിയോ എന്നും പറഞ്ഞ് കാണുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. കാരണം ജീവിതത്തിലൊരു വലിയ
പരീക്ഷണഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നീട് ഒരു ദിവസം വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ തൃശ്ശൂരിൽ നിന്നാണെന്ന്. അന്യനാട്ടിലിരുന്നു കൊണ്ട് ജനിച്ച നാട്ടിലെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഓട്ട് കമ്പനിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും എല്ലാം. വലിയ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേയൊക്കെ ആശ്വാസം തരാൻ നിങ്ങളുടെ വീഡിയോ സഹായിച്ചിട്ടുണ്ട്. എന്നെങ്കിലും നാട്ടിൽ വരുമ്പോൾ വന്ന് കാണാൻ ശ്രമിക്കാം. അതെ, അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ട. അത്ര വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം തരാൻ ഞങ്ങളുടെ വീഡിയോകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കേൾക്കണതിൽ പരം സന്തോഷം. വേറെന്താണ്? അടുത്തത് രജനി ശ്രീനിവാസൻ എൻ്റെ താഴെ ഇട്ടേക്കാട്ടാ. ശരിയാണ്, ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണുന്നവരാണ്. കുറേ ഡിപ്രഷനിൽ കൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഇവരുടെ വീഡിയോകൾ ഒരാശ്വാസമായിരുന്നു. ഇന്നും ഇപ്പോൾ അവരുടെ പോലെ തന്നെ ഞങ്ങളും നല്ലൊരു സ്ഥിതിയിലേക്ക് വന്നു. നാട് ഇവരിലൂടെ കാണുന്നു. ഒരുപാട് ഇഷ്ടം. അജു, സരിത, ജഗ്ഗു. സന്തോഷം, വളരെ സന്തോഷം. അടുത്ത് അടുത്തത് ഷെമിയ. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഷെമി ചേച്ചിയാണ്. ജോലി സംബന്ധമായ എല്ലാ തിരക്കുകളിൽ നിന്നും ഫ്രീ ആയപ്പോൾ അവിചാരിതമായി കിട്ടിയ ഈ ചാനൽ ഇപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്നു. അജു, സരിത, ജഗ്ഗുമോൻ. അടുത്തത് ഷീ സീസ് വ്ളോഗ്സ്. നിങ്ങളുടെ വീഡിയോയുടെ തുടക്കകാലം തൊട്ട് ഞാൻ വീഡിയോ കാണാറുണ്ട്. അധികം കമൻറ്റുകൾ ഇടാറില്ല. എനിക്ക് നിങ്ങളുടെ വീഡിയോകൾ ഒരുപാട് ഇഷ്ടമാണ്. അജുചേട്ടൻ ഒന്നിനും കൊള്ളാത്തവനാ എന്ന് ആരെങ്കിലും പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് താമരശ്ശേരി എന്ന വീടും ഏട്ടാനിയന്മാരും ആ നാടും അജുചേട്ടനിലൂടെയാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ചാനലുകളുണ്ടെങ്കിലും അവയ്ക്കൊന്നും പണ്ടത്തെ വ്യൂസ് ഇപ്പോഴില്ല. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ട്. കാരണം ഈ അജുചേട്ടൻ്റെ നിഷ്കളങ്കമായ ചിരിയും സംസാരവും കൊണ്ട് തന്നെയാണ്. ഒപ്പം സരിതയുടെ പാട്ടും അവതരണവും. നിങ്ങളുടെ വീടും പരിസരവും മനോഹരമായ പുൽത്തകിടിയും എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ മാത്രമായി കുടിലുള്ള സരിതയുടെ പാചകവും അജുവേട്ടൻ്റെ കൃഷിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും അവസാനം അജുവേട്ടൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ അടിപൊളി. അടുത്തത് സുനിതാമണി. ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്കും ഇതുപോലെ നിങ്ങളുടെ അടുത്ത് വന്ന് പാചകം ചെയ്ത് കഴിക്കാൻ തോന്നാണ്. ജ്യോതി ചേച്ചി ഭാഗ്യവതിയാണ്. കാരണം നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാനും ഇതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും കഴിഞ്ഞല്ലോ. ഞാനും വരും ഒരു ദിവസം. തീർച്ചയായിട്ടും ആ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ. തീർച്ചയായിട്ടും വായോ. അതിൻ്റെ ഒരു സെഗ്മെൻ്റ് തന്നെ നമുക്ക് ആരംഭിക്കാം. എല്ലാ ആഴ്ചയിലും ഒരു 1-2 വീഡിയോ നമ്മുടെ കൂടെ വന്നിട്ടുള്ളവരെ അല്ലേ. അടുത്തത് ഷിജി പുന്നോക്കിൽ. അജുചേട്ടാ, സരിത ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടല്ലേ ആരുമല്ലാത്തവർ പോലും നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പായും അമ്മയായും ചേച്ചിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഗോഡ് നല്ല ഒരു ഹാപ്പി ലൈഫ് തന്നില്ലേ. ഇനിയും ഉയരങ്ങളിലെത്തും നിങ്ങൾ. എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളൊരു വീഡിയോയ്ക്ക് വേണ്ടി. കാണുന്ന ചിലർക്ക് അത് നിസ്സാരമായി തോന്നാം. എല്ലാം അവർ സ്വയം ചെയ്യുമ്പോഴാണ് ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടോ ഒരു വീഡിയോ ചെയ്യാനെന്ന് മനസ്സിലാക്കൂ. ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ 100 നാവാവും. നല്ലത് പറയാൻ ആളുകൾ കുറവാണ്. നേരിട്ട് നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഈ വീഡിയോസിലൂടെ നിങ്ങളോടുള്ള ഇഷ്ടം ഒരുപാടുണ്ട്. എന്തെങ്കിലും കാണാൻ ഞാൻ വരും. ജ്യോതി ചേച്ചി. ജ്യോതി ചേച്ചി എന്ന പേര് അല്ല, ജ്യോതി ചേച്ചിയോടുള്ള ഇത് പറഞ്ഞതാണ്. നമുക്ക് ഒരു പാചകം വൈകുന്നേരത്തെ ജ്യോതി ചേച്ചിയുടെ പാചകം ചെയ്യാനായിട്ട് ഞാൻ, സരിത, ജ്യോതി ചേച്ചി, നിതിൻ, ജഗു 5 പേര് പണിയെടുത്ത് വൈകുന്നേരം രാത്രി 12 മണിയെ വേറായി കഴിഞ്ഞപ്പോ 7:00 തുടങ്ങിയിട്ടാണ് കേട്ടോ 11 മണിക്കാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞ് പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ 12:30 അപ്പൊ ക്ലീനിങ് ഒക്കെ. അപ്പോഴാണ് ജ്യോതി ചേച്ചി പറഞ്ഞത്, നിങ്ങൾ ഈ വീഡിയോ ചെയ്യണതിന്റെ അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ, അതായത് വീഡിയോ ചെയ്യാൻ നമ്മൾ ഒരുങ്ങില്ലേ അപ്പൊ തൊട്ടുള്ള വീഡിയോ എടുക്കാൻ അവസാനം വരെ എന്നിട്ട് അതൊരു എപ്പിസോഡ് ആക്കിയിട്ട് അപ്പൊ ആളുകൾക്ക് മനസ്സിലാവട്ടെ. ജ്യോതി ചേച്ചി എന്നെ ഞെട്ടിയേ. അത്രയ്ക്കധികം രാത്രിയിലത്തെ വീഡിയോ ആകുമ്പോൾ പണി കൂടുമില്ല. അതിപ്പോ ഇന്നിപ്പോ യൂട്യൂബ് ചാനൽ നിന്ന് പോയി, അല്ലെങ്കിൽ യൂട്യൂബ് എന്നെ നിർത്തി. ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ നിന്ന പോലെ എപ്പോഴെങ്കിലും യൂട്യൂബ് നിർത്താലോ. അങ്ങനെ നിന്നാൽ പോലും നമ്മളുമായിട്ട് നിങ്ങളും കുറെ പേരൊക്കെ ഒരു ചാനലൊക്കെ മറന്നു പോകും. വീഡിയോകൾ കണ്ട് പിന്നെ അത് കാണാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഓർക്കും, അയ്യോ അവരുടെ വീഡിയോ കാണാനില്ലല്ലോ, എന്താണാവോ പറ്റിയെന്ന് ആലോചിക്കുന്നല്ലാണ്ട് അങ്ങനെ ഉണ്ടാവും. മറന്നു പോകും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലൈഫ് ലോങ് ജീവിതകാലം വരെ മുഴുവൻ നമ്മളെ ഒപ്പം നിൽക്കും എന്ന് ഉറപ്പുള്ള കുറേ പേരുണ്ട്. നമുക്ക് കുറേ പേർക്കൊന്നും നമ്മുടെ നമ്പർ കിട്ടാഞ്ഞിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും സ്നേഹമുള്ളവരുണ്ട്. അതൊക്കെ യൂട്യൂബിലൂടെ കിട്ടിയിട്ടുള്ളതാ. തീർച്ചയായിട്ടും. PVS ക്രിയേറ്റീവ് വർക്ക്സ്. അജുവിന് പുറകിലാണ് സ്ഥലം കിട്ടിയതെങ്കിലും അജു അതിനെ സ്വർഗമാക്കിയില്ലേ. അത് ഒരു തിരുത്തുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ പുറകിലാണ് കിട്ടിയത് എന്ന് പറയാൻ പറ്റില്ല, പുറകിലാണ് നമ്മൾ എടുത്തത്. ഞാൻ അന്ന് പറഞ്ഞു, ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സജീവൻ വീട് പണിത സ്ഥലത്ത് പണിയാൻ നമ്മളോട് എല്ലാവരും പറഞ്ഞല്ലോ. പക്ഷേ നമ്മളൊരിക്കലും അവിടെ പണിയില്ല. കല്യാണം കഴിക്കണതിനേക്കാളും മുമ്പ് ചേട്ടനിക്ക് ഫോൺ വിളിക്കുമ്പോൾ വരെ പറയാറുണ്ട്,
ഒരു ദിവസം ഇവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ടുണ്ട് ചേട്ടാ, പറമ്പിൻ്റെ അറ്റത്ത് നിന്നിട്ട് പറഞ്ഞു, എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു നമ്മൾ വീട് പണിയാൻ പോണ സ്ഥലത്ത് നിന്നിട്ടാണ് ഞാൻ വിളിക്കണേന്ന്. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന അന്ന് തന്നെ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് പറമ്പിലേക്ക് ബാക്കിലേക്ക് വന്നു, നമ്മൾ വീട് പണിയാൻ പോണ സ്ഥലം കാണിച്ചത്. അപ്പം ഞാനിത് ഇത്രയും പിന്നിൽ വന്നിട്ടാ അങ്ങനെ വിചാരിച്ചു. ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു, തെങ്ങും അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണോ വീട് പണിയാൻ പോണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ദൂരെയാണ്. അവർ വീട്ടിൽ നിന്ന് ഒരു 125 മീറ്ററോളം ദൂരെയാണല്ലോ നമ്മുടെ ബാക്കിൽ കിടക്കുന്നത്, സൈഡിൽ. അതും കാണൂല. പിന്നെ സജീവൻ പണിത സ്ഥലം കൂടാണ്ട് പണിസ്ഥലം നിൽക്കുന്ന സ്ഥലമില്ലേ, അതുണ്ട്, അവിടെ വേണമെങ്കിൽ പണിയായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ആയേനെ. സജീവന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ വീടും സജീവന്റെ പോലെ ഇങ്ങോട്ട് മുഖം, വലിയേട്ടന്റെ അങ്ങോട്ട്, ബാക്കി 3 വീട് ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെയായിട്ട് ഒരു നടുമുറ്റം പോലെ അങ്ങനെ വന്നേനെ അവിടെ വേണമെങ്കിൽ പണിയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥലം ഒരു വാല് പോലെ ഒരിക്കലും കിട്ടുക. എല്ലാവർക്കും 30 സെന്റ് അങ്ങനെയൊക്കെയാണ്, 30-32 അങ്ങനെയൊക്കെ ആയിട്ടാണ് എല്ലാവർക്കും സ്ഥലം കിടക്കണം. അപ്പോൾ 30 സെന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ വന്നേനെ. ബാക്കിലായിരിക്കും പണിസ്ഥലം വരാം, ഇവിടെയും പണിസ്ഥലം പണി അങ്ങനെ ആയേനെ. നമ്മൾ ഇവിടെ എടുത്തില്ലായിരുന്നെങ്കിൽ അവിടെയാണ് പണിതച്ച്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. എത്രയോ നന്നായി. അതുകൊണ്ടാണ് നമുക്ക് ഈ ചാനലൊക്കെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റണത്. ഏറ്റവും പിന്നിലാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ശബ്ദശല്യങ്ങൾ അതെ ഒന്നുമില്ലല്ലോ. നമുക്കിങ്ങനെ ആരെങ്കിലും ഇപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ചമ്മലായിരിക്കുമല്ലോ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പം അതൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഒരു ചമ്മലും ഇല്ല, എത്ര പേര് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും. അങ്ങനെ. പിന്നെ ഗൗരി കേശവ്, ഒന്നിനും കൊള്ളാത്ത അജു ചേട്ടൻ, ഇപ്പോഴല്ല എൻ്റെ ഫാമിലി. നിങ്ങളുടെ വീഡിയോസാണ് കോവിഡ് സമയത്ത് എന്നെപ്പോലുള്ള കുറേ പേർക്ക് സ്ട്രെസ്സിൽ നിന്നും ഒരു റിലീഫായി എന്നും വന്നുകൊണ്ടിരുന്നത്. നിങ്ങളെ അന്നും ഇന്നും എന്നും ഇഷ്ടം. സന്തോഷം. എന്തായാലും പറയണ്ട. ഞാൻ കൊറോണയുടെ ടൈമിൽ കണ്ടമാനം പേര് നമുക്ക് ഇങ്ങനെ ആ സമയത്ത് നമുക്ക് ചാനൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി 1-2 ലക്ഷത്തിലേക്കൊക്കെ എത്തിയില്ലേ. നമ്മൾ 6 സഹോദരങ്ങളുടെ വീഡിയോ ഇട്ടത് ആ സമയത്താണ്, തൊട്ട് മുന്നാട്ടെ. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോകൾക്കൊക്കെ ഭയങ്കര വ്യൂസ് വരുന്നു കേട്ടോ. ഏത് വീഡിയോ ഇട്ടാലും 1 ലക്ഷത്തിന് മേലെ കണ്ടോടുന്നു. ജെസ്സി അബ്രഹാം, സൂപ്പർ എക്സൈറ്റഡ് ടു സീ യു ഗൈസ് അഗെയിൻ ആൻഡ് അഗെയിൻ. വി ഓൾവേസ് വെയിറ്റ് ഫോർ യുവർ വീഡിയോസ് ഡെയിലി ബിക്കോസ് വി മിസ് യുവർ ടോക്സ്. വി ഫീൽ സോ ഫ്രണ്ട്ലി ആൻഡ് ഹാപ്പി ടു സീ യു ഗൈസ് ഡെയിലി. ആസ് അവർ ഓൺ യങ്ങർ ബ്രദർ ആൻഡ് സിസ്റ്റർ, അവർ റിഗാർഡ്സ് ടു യു ബോത്ത് ആൻഡ് മോൻ ടു. അടുത്തത് ത്വയ്ബ. നമ്മൾ മെസ്സേജ് അയച്ചാൽ നോക്കില്ല, എത്ര തവണ അയച്ചു, നിങ്ങൾ എല്ലാ വീഡിയോകളും കണ്ട ആളാണെന്ന്. അത് മെസ്സേജ് വാട്സാപ്പിലാണെങ്കിൽ പ്രൊമോഷൻ വീഡിയോയുടെ പ്രൊമോഷൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അതെ, നമ്മൾ ഉപയോഗിക്കാത്തൊരു ഫോണിലാണ് ആ സിം കാർഡ് ഇട്ട് വെച്ചാണ്. നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ തിരക്കല്ലേ, ഒരു വീഡിയോ ഷൂട്ടിങ് എഡിറ്റിങ് അതിന് വേണ്ട ഒരുക്കും, പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റിങ്, അത് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള തമ്പനയിൽ ഉണ്ടാക്കില്ല, അങ്ങനെ കുറേ പണി. വീട്ടിൽ അപ്പോൾ അതിന്റെ കുറച്ച് നാൾ കൂടുമ്പോഴാണ് ആ ഫോൺ നോക്കുക. അതിലത്തെ മെസ്സേജുകൾ കോൾസ് കിട്ടില്ല കേട്ടാ. മെസ്സേജുകൾ വരുമ്പോ കുറേ മെസ്സേജുകളായിട്ടുണ്ടാവും, അതന്നെ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നമുക്ക് പറ്റില്ലേ. നോക്കിയിട്ട് സാവധാനം മെല്ലെ ഓരോന്ന് കൊടുക്കും. അടുത്തത് ആദർശ് പണിക്കർ, കൊള്ളാം, മനോഹരം. കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കാണാത്തവർക്കും വളരെ വ്യക്തമായ ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് സുന്ദരമായ എത്ര കാഴ്ചകളാണ് പ്രേക്ഷകരുടെ മുന്നിലൂടെ കടന്നുപോയത്. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന കൊട്ടാരവും തണലേകി നിൽക്കുന്ന ആൽമരങ്ങളും പ്രകൃതി സ്വയം ഒരു സുന്ദര ശില്പിയായി മാറി. വേരുകൾ കടഞ്ഞെടുത്ത് കണ്ണിന് കുളിർമ. ആൽമരങ്ങളുടെ വേരുകൾ എത്ര സുന്ദരമാണ്. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായ വലിയ ജലസ്രോതസ്, പിന്നെ തല ഉയർന്നു നിൽക്കുന്ന ഗജവീരന്മാരും പിടിയാനകളും, എല്ലാം കൊണ്ടും പ്രൗഢഗംഭീരമായ വീഡിയോ. ഒരു കഥ പറയുന്ന ലാഘവത്തോടെ സരിതയുടെ ചെവിയിൽ അജുവേട്ട പറഞ്ഞൊരു നാട്ടുഭാഷ അല്ലെങ്കിൽ തമാശയിൽ മൊഴിയുന്ന സാധാരണ വാക്കുകൾ. പക്ഷെ അത് ചിരിയുടെ ഇടിമുഴക്കമായി. സരിതയിൽ നിന്ന് പ്രേക്ഷകരിലേക്കൊപ്പം പ്രേക്ഷകരും ചിരിച്ച് തലകുത്തി. 2 വരിയെ പാടുള്ളെങ്കിലും പാട്ട് മനോഹരമായിരുന്നു. വരികൾ മറന്നുപോയെങ്കിലും അടുത്ത അധ്യായത്തിൽ കേൾക്കാമെന്ന വിശ്വാസത്തോടെ പ്രേക്ഷകരും സന്തോഷത്തോടെ മടങ്ങുന്നു. പിന്നെ വസന്തകാലം കൊഴിയാറായ സൂര്യകാന്തി പാടവും വീഡിയോയ്ക്ക് വേണ്ടി മാത്രമെന്ന് തോന്നിപ്പിക്കുന്ന കൊഴിയാതെ നിന്ന സൂര്യകാന്തി കർഷക കൂട്ടായ്മയുടെ മധുരവും നുകർന്ന് അവരുടെ തനത് വിഭവങ്ങളും വാങ്ങി അവരോട് ചേർന്ന് നിന്ന് തൽക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. മനോഹരം. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ, ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത വർണ്ണ ചിത്രങ്ങൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ സസ്നേഹം പണിക്കർ.
എന്തോരം സമയം എടുത്തിട്ടാവില്ലേ ഇതൊക്കെ ഇരുന്ന് എഴുതണേ. വീഡിയോ കാണാൻ തന്നെ സമയം എടുക്കും. 3/4 മണിക്കൂറിന്റെ വീഡിയോകളാ. അതിടയിൽ പരസ്യവും ഇതൊക്കെ വന്ന് അത് കണ്ടു കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനിരിക്കണ്ടേ. അപ്പൊ എന്തോരം നമ്മളോട് ഇഷ്ടമുണ്ടായിട്ട് വേണം ഇങ്ങനെയൊക്കെ ഇരുന്ന് എഴുതണമെങ്കിൽ. അതും വാക്കുകൾ വരണ്ടേ, അല്ലാണ്ട് വെറുതെ നമ്മള് ആൾക്ക് ഇങ്ങനെ വാക്കുകൾ അനർഗളം നിർഗളം പ്രവഹിക്കാൻ തോന്നുന്നു ആദർശ് പണിക്കർക്ക്. അടുത്തത് സന്തോഷ് ഗോപി. ഹായ് അജു. കിളിവാതിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? കിളിയല്ല, കാറ്റല്ല, കളിത്തോഴനാണ് കേട്ടോ അജു. അല്ല, അത് അജു പറഞ്ഞ ആളല്ല. ചിരിച്ചു മടുത്തു. ഞാൻ ചിരിച്ചതേ കുറെ പേര് വിചാരം ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേട്ടന് ഇങ്ങനെ ഒരു പാട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചതാന്നാണ് പലരുടെയും വിചാരം. അങ്ങനെയല്ല, സത്യം ഞാൻ ഈ പാട്ട് കേട്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ അപ്പം തന്നെ ചേട്ടൻ ഫോണിൽ യൂട്യൂബിൽ ആ പാട്ട് എടുത്തിട്ട് കാണിച്ചു തന്നു എനിക്ക്. പാട്ട് കേട്ടു ഞാനപ്പോൾ. ചേട്ടൻ ഈ അമ്മയുടെ നായിരുന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. അത് ചേട്ടൻ്റെ ഒരു വരവുണ്ട് ഇങ്ങനെ തലയും കൊണ്ട് മുഖത്തേക്ക്, നിൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തെറി പറയാൻ നേരാണോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയായപ്പോഴാണ് നായിരുന്നു പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ആ പറഞ്ഞ ടോണും ആ സമയത്ത് ചേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷനും കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു തുടങ്ങുന്നത് കേട്ടോ. അല്ലാണ്ട് ആ പാട്ടിനെ കളിയാക്കി ചിരിച്ചതല്ല. ആരെയാണ് ചാർലി? ചാർലിയുടെ ചെവിയില് പഞ്ഞി തിരികെക്കണം. വൈകുന്നേരം വിഷുവിനായിട്ട് പടക്കം പൊട്ടിക്കില്ല ആളുകള്. ചാർലിക്ക് ചെറുതായിട്ട് അകലെന്ന് ഒരു പടക്കം പൊട്ടർ കേൾക്കുമ്പോൾ അകത്തോന്നിരിക്കും. പേടിയാ, ഭയങ്കര പേടിയാ. പിന്നെ ഇവിടെയൊക്കെ നിറച്ചു പൊട്ടിക്കില്ലോ. ഇല്ല, പടക്കം പൊട്ടിക്കുന്ന കേട്ട് അതിന് പരിചയമാണ്. നല്ലതാ, നായ്ക്കൾക്ക് അങ്ങനെയുണ്ട്. ആണോ? അടുത്തത് ഇന്ദിര കെയർ. ചിലപ്പോൾ അജൂസ് വേൾഡിലെ അജൂസ് സരിതയും ജഗ്ഗുവും അല്ലേ ആ പോകുന്നത് എന്നായിരിക്കും ആ ആന ചിന്തിച്ചതും നിങ്ങളെ തന്നെ നോക്കി നിന്നതും. എന്തായാലും അവിടെ പോയി കാണാത്ത എന്നെ പോലുള്ളവർക്ക് ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നു. ആനക്കോട്ടയിൽ പോയിപ്പോ ആന നമ്മളെ പോണത് നമ്മളെന്നെ പെണ്ണാന ശരിക്ക് അതിങ്ങനെ അതിന്റെ നോട്ടം കണ്ടല്ലേ, ശരിക്ക് കണ്ണ് ചിമ്മാണ്ട് ഇങ്ങനെ എന്നെ നോക്കിക്കത്. അടുത്തത് വീണ ഹർഷൻ. സ്കൂളിൽ നിന്ന് LP പിള്ളേരെ ടൂർ കൊണ്ടുപോകുമ്പോൾ ആനക്കോട്ട മസ്റ്റാണ്. കുട്ടികളെയും കൊണ്ട് ആ നടപ്പാതയിലൂടെ നടന്നതും പേരാലിൻ്റെ വള്ളിയിൽ ഊഞ്ഞാലാടിയതും അധ്യാപന ജീവിതത്തിൻ്റെ മധുരതരമായ ഓർമ്മകളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോയതിന് നന്ദി. സരിതേച്ചി ഒന്ന് ചിരിച്ചു തീർത്തോട്ടെ. സ്കൂളുകളിൽ നിന്ന് ആ വശത്തുള്ളവരൊക്കെ ആനക്കോട്ടയിലേക്ക് കൊണ്ടുപോട്ടെ. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആദ്യം കൊണ്ടുപോയി തൃശ്ശൂർ പാർക്കിലേക്ക് സ്കൂളിൽ നിന്ന്. മൃഗശാല ഇതാണ് പീച്ചി. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത്. മലമ്പുഴ വലിയ സംഭവമായി. ഞാൻ പോയിട്ടില്ല, ഇങ്ങനെ പോവാറുണ്ട് ആ സമയത്ത് സ്കൂളിൽ. ഞാൻ പോയിട്ടേ ഇല്ല സ്കൂളിൽ നിന്നിട്ട്. അടുത്തത് റിതം ഓഫ് നേച്ചർ. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ പുന്നത്തൂർ കോട്ടയിലും പോകും. പഴങ്ങളൊക്കെ വാങ്ങി ആനകളെ കാണാൻ. അതിനൊരു കാരണം കൂടിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുട്ടിയാനയെ വാങ്ങി വളർത്തി വലുതാക്കി നടക്കിയിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്. 5 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഓർമ്മയായി. അടുത്തത് ശ്രുതി ഗിരീഷ്. എൻ്റെ മകൻ തേജസ് ഒരു ആനപ്രേമിയാണ്. അവൻ ഇപ്പോൾ 6ാം ക്ലാസ്സിലായി. അവൻ ഏത് ആനയെയും കണ്ടാൽ എൻ്റെ പേര് പറയും. കുഞ്ഞിലേ തൊട്ട് എല്ലാ ഉത്സവത്തിനും കൊണ്ടുപോകും. അതുകൊണ്ട് ആന എന്നാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇന്ന് ആറാട്ടുപുഴ പൂരമായിരുന്നു, അതിന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന് ചെറിയ സങ്കടമായിരുന്നു അവന്. ഇപ്പം മാറി. ഈ വീഡിയോ ഞാൻ അവന് കാണിച്ചു കൊടുക്കും, അവന് ഇഷ്ടാകും. മോൻ വീഡിയോ കണ്ടു, അവന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു പിടിയാനയുടെ പേര് മാത്രം അവന് കിട്ടിയില്ല. അജു അങ്കിൾ ആനപ്രേമിയാണല്ലോ എന്ന് അവൻ പറഞ്ഞു. ബാക്കി എല്ലാത്തിന്റെ പേര് പറഞ്ഞു ആ കുട്ടി. പിടിയാനയുടെ പേര് മാത്രം കിട്ടിയില്ല. ചിലർക്ക് ഒറ്റയടിക്ക് കണ്ടറിയാൻ പറ്റും. ആനകളുടെ നിഴല് കണ്ടിട്ട് വരെ ആ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലവരേ. അടുത്തത് ലൈല ജേക്കബ്. അജു പാമ്പാടി രാജനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ വീടിന് അടുത്താണ് പാമ്പാടി രാജന്റെ ഓണറിന്റെ വീട്. പാമ്പാടിക്കാരുടെ സ്വകാര്യ അഹങ്കാരം. പാമ്പാടി രാജന് ഇഷ്ടം പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ആനയാണ് പാമ്പാടി രാജൻ. അടുത്തത് നിവ്യ ശരത്ത്. അത് ചേട്ടാ സരിതേച്ചി എന്നാ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ അടുത്ത മാസം താമരയൂർ ഗുരുവായൂർ ദേവസ്വം ക്വാർട്ടേഴ്സിൽ. സരിതേച്ചിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ ആനയാണ് എപ്പോഴും എഴുന്നള്ളിപ്പിന് കണ്ണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇഷ്ടമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചതേ മറ്റേ ആ കുട്ടിക്കൈ മൊത്തം റോസ് കളർ പോലെ ആ ആനേനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. അങ്ങനത്തെ ആനകളെ കാണാൻ ബീഹാറി ആനല്ല അങ്ങനത്തെ ആന. കേരള ആന മറ്റേ കറുപ്പ് അങ്ങനെയുണ്ട്, അറിയില്ല. അങ്ങനെ ഒരു കമന്റ് കണ്ടു ഞാൻ. അടുത്ത് പ്രേമാമലയത്ത്. ജഗ്ഗു വെക്കേഷൻ പൊളിക്കിട്ടോ, 3 ആളും കൂടിയുള്ള യാത്ര സൂപ്പർ. അജുവിന്റെ ഡയലോഗ് 4:12 ചിരിച്ചു പോയി. അങ്ങനെ മയിലിന് മനസ്സിലായില്ലെങ്കിലും ആനയ്ക്ക് അജുവിനെ മനസ്സിലായി.
നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണണ്ട കാണുന്നുണ്ട്. അതന്നെ ചിലപ്പോൾ പാപ്പാമാരൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോ, പറയാൻ പറ്റില്ല. ആന കാണണ്ടാവും. ഞാൻ അവിടെ പോയപ്പോഴേ പാപ്പാമാര് പിന്നെ അവിടെ സെക്യൂരിറ്റിക്കാരൊക്കെ നടക്കണം. ഞാൻ പറഞ്ഞു അവരോട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അവര് അപ്പോൾ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്ത പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവരോടൊന്നും സംസാരിക്കാൻ പോകണ്ട. അല്ലെങ്കിൽ അവരും സംസാരിച്ചാൽ നമ്മുടെ വീഡിയോ ഇല്ലേ. അപ്പോൾ കുറേ ആനകളുടെ പേര് ഒക്കെ നമുക്ക് ചോദിക്കുമായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ പറയായിരുന്നു. പിന്നെ എല്ലാവരേ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് മൊബൈലും ഇത് നിൽക്കുക. അത് തന്നെ അത് കുഴപ്പമൊന്നുമില്ല. സംസാരിക്കാൻ ചെന്നാലൊക്കെ അവർ സംസാരിക്കും. എല്ലാവരും സീരിയസിലാണ് ആ ഉച്ച നേരത്തെ. അല്ല, എനിക്ക് അങ്ങനെ തോന്നി എല്ലാവരും മോഭാവത്തിൽ. നമ്മൾ ചെന്ന് കയറി സംസാരിക്കുമ്പോൾ ഒരു രസം വേണ്ടേ? അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അതിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയാണ് ഞങ്ങൾക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല. അല്ലെങ്കിൽ ഒക്കെ ചിലവർ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അല്ല, പിന്നെ നന്നായി സംസാരിക്കും. അടുത്തത് ബിന്ദു ധനജൻ. ഗുരുവായൂർ നന്ദിക്കാട്ടേക്ക് പോയത് ഏനാമ വഴിയായിരുന്നു അജു. ഞങ്ങളുടെ സ്ഥലത്തിന്റെ അടുത്ത് കൂടെയാ പോയത്. സ്റ്റീൽ പാലം കണ്ടുവോ? സ്റ്റീൽ പാലം എപ്പോഴും കണ്ടു. ഞാനിപ്പോ ഒരു 3-4 പ്രാവശ്യം അതിലെ പോയി. അപ്പൊ നല്ല വെയില, അങ്ങനെ കറക്റ്റ് നല്ല നട്ടുച്ച നേരത്തെ അതി കൊടുക്കും, അല്ലെങ്കിൽ അവിടെ നിർത്തിയാനെ. അടുത്തത് തോമസ് മംഗലം. കിളിവാതിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ? കിളിയല്ല കാറ്റല്ല കളിത്തോഴനാണ് നിൻ കളിത്തോഴനാണ്. ഇത് ഭയങ്കര പഴയ രാജ പാടിയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത ആള് പാടിയിട്ടുള്ള അത്രയും പഴയ പാട്ടുകൾ കുറെ ഒന്നും എനിക്കറിയില്ല. കുറച്ചൊക്കെ അറിയാം. നമ്മുടെ ബഹദൂറ അഭിനയിച്ചാണ്. സത്യനല്ലേ? ആണോ? അയ്യോ സോറി. പണ്ടത്തൊരു പാട്ടുണ്ട് ബഹദൂറൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ ഇണക്കിളിക്കെന്തു വേണം, എന്തു വേണം, ഇനി എന്തു വേണം, ഈ രാത്രി പുലരാതിരിക്കണം. എന്ത് രസം, എന്ത് റൊമാൻറ്റിക് അല്ലേ വരികളേ. അതിൻ്റെ ട്യൂണും അത് ഭയങ്കര പഴയ ഒരു പാട്ടാ. ബഹദൂറ അങ്ങടാണ് അതിൽ അഭിനയിച്ചാണെങ്കിൽ. പണ്ട് സ്മൃതിലയം എന്ന് പറഞ്ഞിട്ട് ദൂരദർശനിൽ പരിപാടി ഉണ്ടായിരുന്നു പഴയ പാട്ടുകളുടെ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് അങ്ങടായിരുന്നു തോന്നുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ആ പാട്ട് ഒരൊറ്റ വട്ടം ഞാനത് അന്ന് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അന്ന് അത് ഒരൊറ്റ വട്ടം കണ്ട പിന്നെ ഈ വരികള് ഇങ്ങനെ യൂട്യൂബിലുണ്ടാവും. അയ്യോ ഇല്ല, കളിത്തോഴനാണ് നിൻ കളിത്തോഴനാണ്. ഇത് ഞാൻ കേട്ടൂട്ടാ, പക്ഷേ അതെന്റെ മനസ്സിൽ കയറിയിട്ടില്ല. അത് അല്ലെങ്കിൽ അത് പാടിയാനെ, എനിക്കിതിന് ട്യൂണ് കിട്ടണില്ല. സത്യമാഷ് അഭിനയിച്ച റബേക്ക എന്ന സിനിമയിലെ പാട്ടാണ് അജു പാടിയത്. 1963 സിനിമയാണ്. നിങ്ങൾ രണ്ടാളും ജനിച്ചു കാണില്ല. പിന്നെ സാക്ഷാൽ കിളിവാതിൽ ഒല്ലൂര് സ്വാമിയുടെ ബാറിലുണ്ട്. ബാറിന്റെ സമയം കഴിഞ്ഞ് പൂട്ടിപ്പോയാൽ പിന്നൊരു കിളിവാതിലുണ്ട്. അവിടെ ഒന്ന് മുട്ടിയാൽ സാധനം കിട്ടും. ഈ തരത്തിൽ ഞാൻ അവിടെ നിന്നും വാങ്ങിയിട്ടുണ്ട്. അമ്പോ, അപ്പൊ ഈ തോമസ് ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? ഉല്ലൂക്കാരനപ്പോ. അടുത്തത് അത്യാവശ്യം വീശണ കൂട്ടത്തിലാണ്. പോണ കൂട്ടത്തിലാവൂല. അടുത്തത് അല്ല ഉല്ലുകാര് അത്യാവശ്യം അടിക്കണവരാ. കുഴപ്പമില്ല, തിരക്കേടില്ല. ക്രിസ്ത്യൻ ഏരിയ കൂടുതൽ. ഇവര് 6 പേര് കഴിക്കില്ല. ഇവര് മണപ്പിച്ച ബോധം കിടന്നവർ 6 പേര്. അച്ഛൻ ഭയങ്കര കുടിയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ തിക്താനുഭവങ്ങൾ കുറെ പേരുടെ മനസ്സിൽ കുഞ്ഞിതിലെ തൊട്ട് വന്നുകൊണ്ട് ഇവർക്ക് 6 പേർക്കും കുടി വരിയില്ല. കുറുമ്പൂർ ശങ്കുണ്ണി ബെന്നി. എൻ്റെ അജു, നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ സ്ഥലത്തെ പറ്റി ആദ്യം ഗൂഗിൾ പരിശോധിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരുമായി സംസാരിക്കുക, എന്നിട്ട് വീഡിയോ ചെയ്യുക. പട്ടി ചന്തയ്ക്ക് പോയ മധുര ആവരുത്. കാരണം വടക്കം വീട് ചെയ്തത് ആനക്കോട്ടയിലാണ്. വടക്കം വീട് ഉദ്ദേശിച്ചത് വടക്കം വീരഗാഥ സിനിമയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഒരുപാട് പടങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ വിശേഷം വീഡിയോ ചെയ്യൂ. എന്നാൽ രസകരം, നിങ്ങൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നമുക്കറിയുന്ന, അതായത് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ അല്ലാന്ന് ഞാൻ ചേട്ടൻ ഗൂഗിളിൽ നോക്കി, അപ്പോഴാണ് അത് പുന്നത്തൂർ കൊട്ടാരം 1976 ഇങ്ങനെ ഗുരുവായൂർ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടൻ അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഗൂഗിളിൽ ആ സമയത്ത് നോക്കിയപ്പോൾ കിട്ടിയത്. പക്ഷെ അതില് വടക്കം വീരഗാഥ സിനിമ ഷൂട്ട് ചെയ്ത കാര്യമൊന്നും അതിലില്ല. കുറെ സിനിമകളിൽ നിന്ന് അത് നമ്മൾ ചിന്തിക്കാത്തതാണ്. ഇപ്പൊ നമ്മള് അത് പറയാത്ത കാരണം നിങ്ങളെപ്പോലുള്ള ഒരു കമന്റുകളിലൂടെ അത് പറഞ്ഞു തന്നു. അപ്പൊ ആ കമന്റ് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറെ അറിവ് കിട്ടി. ഇത് അവിടെയാണല്ലോ എടുത്തേക്കണേ. പിന്നെ അതല്ല, അറിവില്ലായ്മ എന്ന് പറഞ്ഞത് ഒരു കുറ്റമല്ല. അതായത് നിങ്ങളൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പം നിങ്ങളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, പ്രേക്ഷകർക്കും പറഞ്ഞുതരാം. അത് ഞങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ വായിക്കും. കാര്യങ്ങൾ എത്രയോ പേർക്ക് അറിയണോ.
അപ്പോൾ നമ്മളത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൽ കാര്യത്തിൽ ലജ്ജിക്കേണ്ട ഞാൻ ലജ്ജിക്കണേ ഇല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അയ്യേ ഇതുപോലും അറിയില്ല. ചിലർ നമ്മളോട് ചോദിക്കേ, അപ്പൊ ഞാൻ വിചാരിക്കും അതൊരു അങ്ങനെയൊക്കെ പറയുമ്പോൾ അറിയില്ല, അതന്നെ അതന്നെ അറിയാത്താരും അറിയില്ല എന്ന് പറഞ്ഞോണ്ട് കുഴപ്പം. അതിൽ നമ്മൾ നാണിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായ. അടുത്തത് അത് കഴിഞ്ഞു. അടുത്തത് അഡിക എസ് ബായുഷി. ആരാന്നറിയോ? സുജിത് ചന്ദ്രൻ കേട്ടാ. ദേവസ്വം ബോർഡിന് ക്ഷീണമായോണ്ട് അജു ചേട്ടനെ അവിടെ നിന്ന് ഒരു ആനയെ വാങ്ങി സഹായിക്കാമായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ക്ഷീണ 10,500 കോടി ഉണ്ട് ബാങ്കിലുണ്ട്, പിന്നെ എത്ര ടൺ സ്വർണ്ണാണ് വേറെ. അതെ, അജു ചേട്ടൻ ചോദിച്ചാൽ ഒന്നല്ല, അവിടെയുള്ള എല്ലാ ആനകളെയും അവർ പെറുക്കി തരും. കോഴിയാനകളെ പെറുക്കി തരും, പെറുക്കി വേണ്ട നമുക്ക് എന്തിനാ ആന വന്നിട്ട്. റിയാസ്, രണ്ടുപേരും ഐസ്ക്രീം തിന്നു കഴിഞ്ഞപ്പോൾ അജു മനസ്സ് നല്ല ശാന്തമായില്ലേ? സരിത, എൻ്റെ മനസ്സല്ലെങ്കിലും ശാന്തം തന്നെയായിരുന്നു. ചേട്ടൻ്റെ കലുഷിതമായിരുന്നോ? അജു, അല്ല, നിങ്ങൾ ഐസ്ക്രീം കയറ്റി കഴിഞ്ഞാൽ വേറെ വല്ല ഭണ്ഡാരം വേണമെന്ന് പറയുമോ എന്ന് ആകെ ചിന്തിച്ച് മനസ്സാകെ ഒരു തീയും പുകയുമായിരുന്നു. ഒരാനയെ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് സരിത, ചേട്ടാ ആ ആന ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നല്ലോ, ഞങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ആന മനസ്സിൽ പറഞ്ഞു, ഇത് അജൂസ് വേൾഡ് ടീമല്ലേ, ഈ പണ്ടാരകാലന്മാർ ക്യാമറയും തൂക്കി ഇവിടെ എത്തിയോ, എനിക്ക് വയ്യ, ഇനി ഞാൻ ഫേമസ് ആകുമല്ലോ, ഉള്ള മനസ്സമാധാനം കൂടി പോകുമല്ലോ ദൈവമേ. അങ്ങനെ നമ്മുടെ റിയാസ് കുറേ നാൾ കാണാണ്ടിരുന്നെങ്കിൽ ആള് വീണ്ടും പൂർവാധികം ശക്തിയോടെ മടങ്ങി വന്ന് കമന്റുകൾ ഇടാൻ തുടങ്ങിയിരിക്കുന്നു. കല്യാണ തിരക്കിലായിരുന്നു ആരോ ഇതിലുണ്ട് പറഞ്ഞ് ഒരു കമന്റിൽ കണ്ടപ്പോൾ. റിയാസിന്റെ കല്യാണം ഇരുന്നിട്ട് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ, ഭയങ്കര ആളെന്നെ. ആളുടെ കല്യാണമാണോ എനിക്കറിയില്ല കേട്ടാ. ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും കല്യാണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ കമന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി റിയാസ് കല്യാണ തിരക്കിലാണ്. അപ്പൊ റിയാസിന് പരിചയമുള്ള പേഴ്സണലായിട്ട് പരിചയമുള്ള ആൾക്കാർ വേറെ ഉണ്ടാവൂല്ലേ. അടുത്തത് ഗിരിപ്രസാദ്. ഈ ചേട്ടനും നല്ല രസമായിട്ട് കമന്റ് ഇടുന്നതാ. അജുവേ, വളരെ മോശമായി പോയി. ചിലപ്പോൾ അജു പറയും ഇവൻ എന്ത് തേങ്ങയാ പറയുന്നത് എന്ന്. എന്നാൽ ഒരു കാര്യം വളരെ പ്രതിഷേധത്തോടു കൂടി പറയട്ടെ, തറയിൽ കിടക്കുന്ന ഒരു സാധനവും കഴുകാതെ കഴിക്കുന്നത് ഇനിയെങ്കിലും നിർത്തൂ. പോരാതെ പാവം ജഗ്ഗുവിന് കൂടി കൊടുത്തു. ഇത് ശരിയല്ല അജുവേ, സരിത ഒന്ന് പറയണേ. അല്ല ആ സാധനം പൊളിച്ചിട്ട് ഉള്ളിന്നാണ് എടുത്തത്. എനിക്കതറിയാം, പുറത്ത് ചവിട്ടിയത് അതന്നല്ല എടുത്തത്. ഞാൻ ശരിക്ക് അതിനെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിന്നാണ് ശരിക്ക് കറക്റ്റ് എടുത്ത് കൊടുത്തത്. എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. ഒന്നാമത്തെ കാരണം ഇത് തന്നെയാണ്. ഇത് ഈ റോഡിലായിരിക്കും കിടക്കുന്നുണ്ടാവും, ആൾക്കാർ ചവിട്ടി പോയിണ്ടാവും, തുപ്പി ഉണ്ടാവും, ഇങ്ങനെ വണ്ടികൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയോ ഈ സാധനം കിടക്കുന്നുണ്ടാവുക. റോഡ് സൈഡിലല്ല ഇങ്ങനെ ശരിക്കും ഉണ്ടാവുക, അല്ലാണ്ട് പറമ്പുകളിലല്ലല്ലോ. അപ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെയാണ്. പുറമെ നല്ല കട്ടിയുള്ള കവചമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുത്ത് കഴിക്കാൻ എനിക്ക് അറപ്പ് തോന്നും. പിന്നെ എവിടെന്നോ അതുപോലെ തന്നെ നല്ല സേഫായിട്ട് ഒരു സ്ഥലത്തൊക്കെ എടുക്കണത്, ചവിട്ടാത്തൊക്കെ എടുക്കുന്നത് കണ്ടിട്ടാണ് ഒരു വട്ടം ഞാൻ അതിൻ്റെ ഉള്ളിൽ കഴിക്കും. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് അധികം അങ്ങോട്ട് കിട്ടൂല. ഒരു തരിമ്പാണ് കിട്ടുക. അല്ല, അത് കിട്ടാൻ വേണ്ടിട്ടാണ് അത് തന്നെ കടിച്ച് തിന്നണ കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് അല്ല, നമ്മളതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അടുത്തത് ABC. വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംശയം തോന്നിയത്. അജുവിന് ഈ ഒരു നീല ജീൻസ് മാത്രമേ ഉള്ളൂ? പുറത്തുള്ള മിക്കവാറും വീഡിയോകളിൽ ഈ നീല ജീൻസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സരിത എന്തോരം ഡ്രസ്സുകളാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ അതിലൊരു നോട്ടം വേണമെന്ന് സരിതയോട് അപേക്ഷിക്കുന്നു. നീല ജീൻസ് മാത്രമാണ് ഞാൻ അല്ല, ഒരു നീല 2-3 നീലകളുണ്ട്, പിന്നെ ഒരു കറുപ്പുണ്ട്, പിന്നെ ഒരു കരിമ്പച്ചയുണ്ട്, പിന്നെ കറുപ്പ് 2-3 കൂടെ ഉണ്ട് ഇല്ലേ, പിന്നെ ചന്ദന കളർ പാന്റ് ഉണ്ട്. നമുക്ക് ബോട്ടം നമ്മൾ ഒരു ടോപ്പിന് തന്നെ നമ്മൾ കുറേ ഇടില്ലേ. ചിലപ്പോൾ വെള്ള പാൻറ് ഇടേണ്ട ടോപ്പുകളാണ് എനിക്ക് കൂടുതലും. അപ്പോൾ വെള്ള ബോട്ടം എനിക്ക് 3-4 എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ ടോപ്പല്ലേ മാറി ഇടുക അല്ലേ, അതേപോലെ തന്നെ ആയിരിക്കും ആണുങ്ങളും. ജീൻസ് ഒരുമാതിരി കുറേ പേർക്കൊക്കെ നീല ജീൻസ് ഉണ്ടാവും. കാരണം ഒരുമാതിരി എല്ലാ ടീഷർട്ടിനൊക്കെ നീല മാച്ചായി പോകും. അപ്പൊ നീലയും കറുപ്പും എല്ലാവർക്കും നീലയാണ് ഏറ്റവും കൂടുതൽ ജീൻസ്. അതാണ് കേട്ടാ. ഇനി ശ്രദ്ധിക്കാം, പുറത്തു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. അടുത്തത്
വിഘ്നേശ്വര ട്രേഡേഴ്സ് വളരെ മോശമായി പോയി ചേട്ടാ. ഇത്ര കാലമായി നിങ്ങൾ തൃശ്ശൂർ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ. ഞങ്ങളൊക്കെ മറ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളായിട്ട് പോലും ഒരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ച ഇല്ലത്തിന്റെ മുമ്പിലാണ് ഒരു വടക്കം വീരകഥ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ടും ഗുരുവായൂർ ദേവസ്വം വളരെ മോശമായാണ് പുന്നത്തൂർ ആനക്കോട്ട സംരക്ഷിക്കുന്നത്. ആ കാണുന്ന കെട്ടിടം ഈ അടുത്ത് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ അവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല. നിരാശ തോന്നി ആൾക്ക്. നമ്മൾ പറഞ്ഞില്ലേ ഇത് നാശാവാറായെന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് മാത്രമല്ല അതിന് തൊട്ടപ്പുറത്തൊരു അമ്പലം ഇങ്ങനെ അതൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആസ്തിക്ക് ഇത്രയുള്ള സ്ഥിതിക്ക് ഇവർക്ക് അതൊക്കെ സംരക്ഷിച്ച് നിർത്താവുന്നതേ ഉള്ളൂ അല്ലേ. സംരക്ഷിച്ച് നിർത്താൻ നമ്മളെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിക്കൂടെ? നമുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാലോ. ആ കൊട്ടാരൊക്കെ നമ്മുടെ ഈ തൃശ്ശൂർ ശക്തൻ പാലസ് ഉണ്ടല്ലോ, അത് കോളേജിന് വിട്ടുകൊടുത്തിട്ട് ആകെ നാശ തവിടുപൊടി ചെയ്തായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും ഗവൺമെൻറ് എടുത്ത് പുനരുദ്ധാരണം നടത്തി ഏറ്റവും ഭംഗിയായി. ഇപ്പൊ നോക്കിയാൽ എത്ര നീറ്റായിട്ട് സാധനം കിടക്കുന്നത്. അതുപോലെ അതും സംരക്ഷിച്ച് നിർത്താം. അത് സംരക്ഷിച്ച് നിർത്താം. അവര് ഇപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കടക്കാൻ എത്ര ടിക്കറ്റ്? 20 രൂപ. അത് വേണേ ഒരു 50 രൂപ ആക്കിക്കോട്ടെ. എന്നാലും ആളുകൾ വരും. എന്നിട്ട് അവര് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൂടാ ആളുകളെ. അതിന്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ അവർക്ക് ആസ്തി ഇഷ്ടം പോലെ ഉള്ളതാ. അല്ല അതിന് ഭംഗിയായിട്ട് നിർത്താവുന്നതാണ്. ഡെയിലി ക്ലീൻ ചെയ്തിടണം എന്നുള്ള മരത്തിന്റെ ആയതുകൊണ്ടാണ് ചതലും ഇതൊക്കെ വരില്ലോ. നമുക്ക് ഭയങ്കര കഷ്ടമാണ് ഇത്രയും കാലപ്പഴക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നശിക്കാൻ വിടണത്. അയ്യോ വെയിൽ വരുന്നു മൂത്തിക്ക്. അടുത്തത് കെ എ ജോയ് കള്ളിക്കാടറ്റ. അയ്യോ എന്താ പോകാഞ്ഞ്? ഹണി റോസ് ആയതുകൊണ്ട് സരിത അജുവിനെ വിട്ടില്ല. ജ്വല്ലറിയിലതിനല്ലേ. അത് കുര്യാക്കോസ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച നമ്മളിതുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഇരുന്നു ഉദ്ഘാടനം. അതെന്താ പോവാഞ്ഞേ? എന്തോ കാരണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടാ. ഞാനങ്ങനെയൊന്നും അങ്ങനത്തെ ടൈപ്പല്ല. നമ്മളങ്ങനെ അതിർവരമ്പുകൾ അവരെ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അവരെ കളയത് അങ്ങനത്തെ യാതൊരു വക അതിർവരമ്പുകളും ഇവിടെ ഇല്ല. അല്ല ഞാൻ അതിൽ പറഞ്ഞത് മാപ്രാണം കരയോ അതിന്റെ മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ അടങ്ങിയ രാവണലത്തെ ഇന്നസെന്റ് ഡയലോഗ് അടിച്ചതല്ലേ. അടുത്ത് SKJ പെയ്ഡ് പ്രൊമോഷൻസ് വീഡിയോ സ്കിപ്ഡ്. ബയേഴ്സ് ആർ അവെയർ അബൌട്ട് ദെയർ നീഡ്സ്. So, promotions are not required. Skip. പ്രൊമോഷൻ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. നോ പ്രോബ്ലം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ പരസ്യങ്ങൾ വഴിയെല്ലാം അറിയാം. അപ്പോൾ തുണിക്കടകളിൽ എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? ഇപ്പോൾ ഒരു സോപ്പ് ലെക്സ് എന്ന് പറയുന്ന സോപ്പ് ഉണ്ട്. ഈ സോപ്പ് ഉണ്ട് നമ്മളെങ്ങനെ അറിയണേ? ഇതിൽ പരസ്യം TV-യിൽ അത് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുള്ള കാര്യം ഉണ്ടാ. എല്ലാ കമ്പനികളും ഏറ്റവും കൂടുതൽ പൈസ മാർക്കറ്റിംഗ്, അതായത് ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. മോഹൻലാലും മമ്മൂട്ടി അടക്കം എല്ലാവരും ഈ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് ഇല്ലേ? കമലഹാസൻ, അമീർ ഖാൻ പോലുള്ളവര്, രജനീകാന്ത്, അവരൊന്നും പരസ്യത്തിൽ അഭിനയിക്കില്ല. അജിത്ത്, പിന്നെ ഈ മറ്റേ എന്താ പറയാ അമിതാഭ് ബച്ചനൊക്കെ അഭിനയിക്കുമ്പോൾ അത്രയ്ക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നല്ലതാണെന്ന് 100% ഉറപ്പ് വന്ന സാധനം മാത്രം ആള് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലതാണ് എന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ എന്താ കുഴപ്പം? നല്ലതല്ലത്, ആളുകൾക്ക് എത്തിക്കുന്ന നല്ലതല്ല. പിന്നെ സാധനം വേണമെന്ന് രാജ്യവും സരിതയും പറഞ്ഞത് കുഴപ്പമില്ല, അത് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് കിട്ടും. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾ സ്വർണ്ണപ്പണിയാണ്, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചോദിക്കാറുണ്ട് എവിടെയാണ് നമുക്ക് തൃശ്ശൂർക്കാരിലെ സ്വർണ്ണപ്പണിയില്ല, അജു സ്വർണ്ണപ്പണിക്കാരനല്ലേ, നല്ല സ്വർണ്ണം എവിടെ നിന്ന് കിട്ടുക? അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഏത് ഡിസൈനുകൾ എന്നോട് ചോദിക്കാറുണ്ട്. ഇതുകൾ ഓരോരോ ചിലർ പറയും സ്വർണം ഇത് കൊണ്ടുതരാം, ഗോൾഡ് കോയിൻ കൊണ്ടുതരാം, അജുവിന് ആഭരണം പണിത് തരുമെന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യാത്ത സാധനങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ, എല്ലാത്തിനും പരസ്യം നമ്മൾ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ചെയ്യാത്തതുകൾ ആളുകൾക്ക് അതിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മളാണ്, നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ല, അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇന്ന സാധനം എവിടെയാണ് നല്ലത് കിട്ടുകയെന്ന്. അപ്പോൾ ചോദിച്ചത്, അപ്പോൾ നമുക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ചിലവ് നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മൾ പറയും അറിയില്ല അതിനെ കുറിച്ചിട്ടെന്ന് പറയും. പിന്നെന്തിനാ പരസ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വരുമാനം കിട്ടും, അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളെല്ലാവരും പണിയെടുക്കണത് എന്തിനാ? പൈസക്ക് വേണ്ടിട്ടല്ലേ. അത് നമ്മളെ തേടി വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ, അല്ലാണ്ട് നമ്മള് പോയി ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ചിലവർ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് ചെന്ന് ചോദിക്കുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട്, ഞങ്ങളിത് വീഡിയോ ചെയ്തു തരാം, ഞങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ മതി എന്നൊക്കെ പറയട്ടെ, പരസ്യം ചെയ്തു തരാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ലാഭം തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് തരുന്ന അവർക്കിപ്പോൾ ഒരു TV-യിൽ ഒരു മറ്റേ ഏഷ്യാനെറ്റ് പോലെയൊക്കെയുള്ളതിലൊക്കെ പരസ്യം കൊടുക്കണമെങ്കിൽ
എത്ര ലക്ഷക്കണക്കിന് പൈസ വരും. അല്ലെ വേണ്ട, നമ്മളൊരു മാതൃഭൂമി മനോരമയിലൊക്കെ നമുക്കറിയാലോ ഇത്രയ്ക്ക് പോകുന്നൊരു ചാരമക്കോളം കൊടുക്കണമെങ്കിൽ 10,000-20,000 കൊടുക്കണം. അപ്പൊ അതിലൊക്കെ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ അതും ഫ്രണ്ട് പേജിൽ ഭയങ്കര കൂടും, ഉള്ളിലത്തെ പേജുകളിലാണ് ഈ പറഞ്ഞ പൈസ വരാം. അപ്പം നമ്മൾ അതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേര് കാണും ആ പരസ്യം? അതുകൊണ്ട് എത്ര പേര് ഗുണം ഉണ്ടാവും എന്ന് പറയാനും പറ്റില്ല. അപ്പം നല്ല പൈസ കൊടുക്കേണ്ടി വരും പരസ്യം ചെയ്യണതിന്. അതിനേക്കാൾ വളരെ നിസ്സാരമായ പൈസയ്ക്ക് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ കൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തും, ആളുകൾ കാണും, അപ്പോൾ അവർക്കും ഗുണമാണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ പോയി ചെന്ന് ചോദിച്ച് വീഡിയോ ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെയ്യും, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം, ചില സാധനങ്ങളുണ്ടാവും, ഇത് അടിപൊളിയാണല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റ പൈസ പോലും അവരോട് ചോദിക്കും ഞങ്ങൾ ചെയ്യട്ടെ എന്ന്. എന്നിട്ട് നമ്മൾ അങ്ങനെ ചോദിച്ച് ചെയ്യണ വീഡിയോകൾക്ക് നമ്മൾ ഒരു പൈസയും വാങ്ങിക്കാറില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടാവും ആ സാധനം വാങ്ങിച്ചിട്ടുണ്ടാവാം. അത് നമ്മുടെ വീഡിയോകളിൽ പായസം വീഡിയോകളിൽ ശ്രദ്ധിച്ചറിയാം. മറയൂർ ശർക്കര നമ്മൾ എപ്പോഴും പൊളിക്കുമ്പോൾ പറയും, കാരണം എത്ര നല്ല ശർക്കരയാണത്. അതിന്റെ ശർക്കര മഹിമ പറഞ്ഞൊരു ശർക്കര, അത് നമ്മൾ എപ്പോഴും പറയണതല്ലേ. നമുക്ക് അവര് വല്ലതും ആ പരസ്യം അവരുടെ ആരോ കണ്ടിട്ട് അവരറിയിച്ചിട്ട് അവര് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോ അവര് വന്നു. അതിന്റെ ഓണറുടെ ഭാര്യയും 2 മക്കളും അവര് നമ്മുടെ വീട്ടിൽ വന്നു അന്വേഷിച്ച് പിടിച്ചിട്ട് അവര് വന്നേക്കണു. നമുക്ക് എന്നിട്ട് ഒരു പെട്ടി ശർക്കരയൊക്കെ കൊണ്ടാകുന്നേ, അത് കഴിഞ്ഞൂട്ടാ. അങ്ങനെ നമ്മൾ കുറെ പേർക്ക് കൊടുത്തു, നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുത്തു, പിന്നെ എന്റെ വീട്ടിലേക്ക് കൊടുത്തു, നമ്മുടെ സുജിതയ്ക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഒരു പെട്ടി നിറച്ച് കിട്ടിയപ്പോഴേ. അടുത്തത് പ്രതീഷ് നായർ. നമസ്തേ അജോയുടെ സരിതേച്ചി, ഞാൻ വീണ്ടും വന്നു. ഈ കമന്റ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വീഡിയോയും കാണാറുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ പഴയ വീഡിയോയും ഇരുന്ന് കാണും. കഴിഞ്ഞ ദിവസം 3 വർഷം മുമ്പ് ഇട്ടിട്ടുള്ള വീടിന്റെ അവസാന പണികൾ എന്ന വീഡിയോ കണ്ടു. അതിൽ ആ തുറന്ന ജനലുകളെ കുറിച്ച് വളരെ നിഷ്കളങ്കമായിരുന്നു സംസാരിക്കുന്ന അജുവേട്ടനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. ആ ഒരു നാച്ചുറൽ നിഷ്കളങ്കത ചില വീഡിയോകളിൽ കാണാറില്ല ഈയിടെയായി. ചിലപ്പോൾ എൻ്റെ തോന്നലാകൂട്ടോ, ഓർ മേ ബി ചില സിറ്റുവേഷൻസിൻ്റെ ആയിരിക്കാം അല്ലേ. എന്തു തന്നെ ആയാലും വീഡിയോ കാണൽ മുടക്കാറില്ല. സരിതേച്ചി ഒരിക്കൽ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളുടെ വ്യത്യാസം കൊണ്ടുമാകാം. കുറ്റം ആയി പറഞ്ഞതൊന്നും അല്ലാട്ടോ, ഒരു തോന്നൽ പറഞ്ഞു അത്രമാത്രം. അല്ലെങ്കിലും അഭിപ്രായം പറയാൻ ഏറ്റവും എളുപ്പമുള്ള പണിയാണല്ലോ. എല്ലാവർക്കും ആശംസകൾ ട്ടോ. നന്ദി, നമസ്കാരം. അതിപ്പോൾ ചില വീഡിയോകളിൽ ഇപ്പോൾ നമ്മുടെ സംസാരത്തിൽ ചിലപ്പോൾ നമ്മുടെ തലയിലുള്ളിൽ വേറെ എല്ലാ കാര്യങ്ങൾ ആലോചിച്ചിട്ടും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ പല മാറ്റങ്ങളുണ്ടാവാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെയാണ് വർത്തമാനം പറയണതും പെരുമാറുന്നതും ഒക്കെ. എനിക്കിപ്പോഴും അന്നൊന്നും ഇപ്പോൾ ഒരേപോലെ തന്നെയാണ്. ഇവിടെയുള്ള മാറ്റങ്ങൾ കണ്ടിട്ട്, അതായത് ഇവിടെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ വീഡിയോ കാണുമ്പോൾ അറിയാലോ, ഇവിടെ ടൈലുകൾ ഇട്ടുണ്ടായിരുന്നില്ലേ, മണ്ണൊലിച്ച് ഇങ്ങനെയുണ്ട്, മരങ്ങളുടെ വേരൊക്കെ പൊന്തി ആകെ ജനലൊക്കെ വീടും ഇതൊക്കെ ആയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഇവനും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് തോന്നാം. അങ്ങനെ ചിലപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക്. അല്ലാണ്ട് അതറിയില്ല കേട്ടാ, എനിക്കറിയില്ല. ഞങ്ങളും പഴയ വീഡിയോകൾ ഇരുന്ന് കാണും. ഞങ്ങളുടെ പഴയ നമ്മുടെ വീട് നോക്കിയാലേ നമ്മുടെ ജഗ്ഗുനെ കാണാൻ, അതുപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ എടുക്കണത്. ഇപ്പോൾ നമ്മുടെ അനീഷ് കുന്നത്ത് വളപ്പിൽ എന്ന ആള് എനിക്ക് ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പഴയ വീഡിയോ ഇല്ലേ, നമ്മുടെ വീടിന്റെ ചുറ്റും എന്ന് പറഞ്ഞിട്ട് വീഡിയോ, ആ വീഡിയോയുടെ ഒപ്പം ഇങ്ങനെ ഇപ്പോഴത്തെ വീഡിയോ കൂടിയിട്ട് വെറുതെ ചേർത്തിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഭയങ്കര രസമായിരിക്കും ആളുകൾക്ക്. 3 വർഷം മുന്നല്ല, അതിന് മുന്നേ ആയിരിക്കും, 5 കൊല്ലം മുമ്പ്. 5 കൊല്ലം മുന്നത്തെ. ഞങ്ങൾക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട് സ്മിത്ത്. അല്ല അപ്പം അതല്ലേ പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടി അതാണ് നമുക്ക്. പിന്നെ ചില വീഡിയോകൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ പറമ്പിൽ പണിയെടുക്കുമ്പോൾ ചെയ്യണ പോലത്തെ സംസാരമാവില്ല. നമ്മളൊരു കട വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ അതുപോലെ ആയിരിക്കില്ല സംസാരിക്കുക. അങ്ങനത്തെ മാറ്റമായിരിക്കാം ചിലപ്പോൾ ഇനി പ്രതീക്ഷണ ഇനി അങ്ങനെ തോന്നിയത് ഇനി അതാണാവോ. ചേട്ടൻ പറമ്പിൽ പണിയെടുക്കുമ്പോൾ കുറേ വിഡിത്തങ്ങളൊക്കെ വായിന്ന് വരുമല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ജ്വല്ലറിയിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ്, അപ്പം അതുപോലെ ആവില്ലല്ലോ സംസാരിക്കുക. അതാണാവോ, അറിയില്ല. നമ്മൾ കരുതി കൂട്ടിയിട്ട് എന്തായാലും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടുമില്ല. നമുക്കൊരു ജാടയും തലക്കനും അഹങ്കാരവും വന്നിട്ടുമില്ല, വന്ന വഴി മറന്നിട്ടുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സ്വയം തോന്നണില്ലേ മാറി എന്നുള്ളത്, നിഷ്കളങ്കതയും ഇതൊക്കെ മാറി പോയി എന്നുള്ളത്. കാരണം ചേട്ടൻ്റെ ആ സ്വതസിദ്ധമായ ആ ശൈലിക്ക് ഇങ്ങനെ മാറ്റം വരാ, എനിക്കറിയില്ലത്. അടുത്തത് മുല്ല ഷബീർ. ഒരു ദിവസം രാവിലെ മൊബൈൽ റിങ് ചെയ്യുന്നു. അജേട്ടൻ: ഹലോ, ആരാ? മറുതലയ്ക്കൽ. ഞാൻ കുര്യാക്കോസാണ്. അജേട്ടൻ: നമ്മുടെ ഫറ. അജേട്ടാ: എന്തേ? കുര്യാക്കോസ്: ഞങ്ങളെ ഒരു പുതിയ ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ട്, നാളെയാണ് പരിപാടി, ഹണി റോസാണ് ഉദ്ഘാടനം, അജേട്ടനും സരിതേച്ചിയും വരണം. ഇത് കേട്ടതും അജേട്ടൻ്റെ നിഷ്കളങ്കമായ മുഖത്തൊരു കൊതി ചിരി വിടർന്നു. ആണോ? അത് ശരി. ഫോണിലൂടെ ഉമ്മക്ക് നോക്കാട്ടാ. പിന്നിൽ നോക്കിയപ്പോൾ സരിതേച്ചി ആംഗ്യത്തിൽ. ആരാ ഫോണിൽ? ഫോൺ സരിതേച്ചി കൈമാറി.
സരിതേച്ചി അപ്പോൾ ഫോൺ എനിക്ക് തന്നു. അപ്പം ഞാനാണ് പിന്നെ സംസാരിക്കണത് കുര്യാക്കോസിനോട്. അപ്പം ഞാൻ പറയാം, അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല, അന്നൊരു കല്യാണം ഉണ്ട്, നോക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം വരാം. കോൾ കട്ട് ചെയ്തു. അജുവേട്ടൻ, സരിത നീ എന്തുട്ടാ പറഞ്ഞ കല്യാണം? ആരുടെ കല്യാണം? സരിതേച്ചി, അത് ഞാനൊരു നുണ പറഞ്ഞതാ. ഹണി റോസ് കേൾക്കുമ്പോൾ തന്നെ ചേട്ടന് ഞാനൊന്നും പറയണില്ല, അടങ്ങി കുടുംബത്തിരുന്നോ അതും പറഞ്ഞ മുറ്റത്തേക്ക് ഇറങ്ങി. സരിതേച്ചി ഗേറ്റ് പൂട്ടി അകത്തേക്ക് കയറി. അതും നോക്കി അജുവേട്ടൻ മെല്ലെ മനസ്സിൽ പറഞ്ഞു, വെറുതെ അല്ല അല്ലേ ചുറ്റുഭാഗം ഗേറ്റ് വെക്കാൻ പറഞ്ഞത്. ഹണി റോസിനെ കാണാൻ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അജുവേട്ടനെ നോക്കി പല്ലിളിച്ചുകൊണ്ട് പറഞ്ഞു, ആര്? ചാർലി. തനിക്ക് അങ്ങനെ തന്നെ വേണം, ഞാനത് പുറത്തു പോകാൻ വിചാരിക്കുമ്പോഴേക്കും താൻ എന്നെ പൂട്ടിയിടും. ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ? അതും പറഞ്ഞ അവൻ തുള്ളി ചാടി. അയ്യോ, ഓരോരുത്തരുടെ ഉണരല് കണ്ടല്ലേ. അടുത്തത് മിനി ഫ്രാൻസിസ്. സരിത ഇതൊട്ടും ശരിയായില്ല, പാവം മഞ്ജു ഹണി റോസുമായി പരിചയപ്പെടാനുള്ള അവസരമാണ് പാഴാക്കിയത്. സാരമില്ല, ഇനി അവസരം വരും. ഞങ്ങൾ ഹണി റോസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങള് കഴിഞ്ഞ കൊല്ലല്ലേ ഒരു യൂട്യൂബേഴ്സിന്റെ അവാർഡ് ഉണ്ട്, അവാർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്കമാലി അഡ്ലക്സിൽ. അവിടെ ഹണി റോസാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കണ്ടിട്ടുണ്ട്, നമ്മളെ അടുത്തൂടെ പോയി സംസാരിച്ചിട്ടൊന്നുമില്ല, കണ്ടു. ഇതിന് പോയി സംസാരിക്കാമായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ജ്യോതി ചേച്ചിയുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് എടുത്തില്ലേ, രാത്രി എടുത്തത്. നിയാസ് അബൂബക്കർ, പ്രേക്ഷകരെ സ്ക്രീനിൽ അധികം ആൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറുന്നത്, അല്ലാണ്ട് അവിടെ പെറുക്കി തിന്നാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കില്ല എന്ന് വിചാരിക്കുന്നു. മേരി സെബാസ്റ്റ്യൻ, ഐ ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ 146/89 കേട്ടാ. ഐ എം വാച്ചിങ് യുവർ വ്ളോഗ്, ദെൻ ആഫ്റ്റർവേർഡ്സ് ഐ വിൽ ചെക്ക് ഹൗ ഇറ്റ് വിൽ വിത്ത് യുവർ വ്ളോഗ് ടാബ്ലറ്റ്. വണ്ടർഫുൾ. 125/79 ആയിരുന്നു. 125/79 മാറിയെന്ന്. 146/89 എന്നുള്ള BP 125/79 താന്നു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട്. അപ്പൊ നമ്മുടെ വ്ളോഗ് നമ്മുടെ മരുന്ന് കൂടിയാണ് പ്രഷറിനുള്ളത്. പ്രഷർ ഉള്ളവർക്കൊക്കെ ഇനി ഡോക്ടർമാർ ഇത് കാണണ്ടെങ്കിൽ മരുന്നൊന്നും എഴുതി കൊടുക്കണ്ട, നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ RSN അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, ദിസ് ചാനൽ ഈസ് മെഡിസിൻ ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്വാമി നാരായണ. അജു സരിത, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ കാണാനും സംസാരം കേൾക്കാനും വേണ്ടിയാണ് ചാനൽ കാണുന്നത്. എത്ര വേഗം ട്രീ ഹൗസ് വേഗം പണിയൂ, എന്നിട്ടൊരു ഹോം സ്റ്റേ തുടങ്ങൂ. ഒരു ദിവസം വന്ന് നിങ്ങളുടെ കൂടെ താമസിക്കണം. നടക്കുമോ? ട്രീ ഹൗസിന്റെ പരിപാടിയൊക്കെ നമുക്ക് മെല്ലെ ആലോചിക്കാം. ഇപ്പൊ സാമ്പത്തികം ശരിയല്ല. സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല കാശ്-ചെലവുണ്ട്. അതിലൊരു റൂമും ബാത്റൂമും ബാൽക്കണിയും ചുറ്റും വരാന്തിയും ഒക്കെ ആക്കിയിട്ടൊക്കെ വിചാരിച്ച പോലത്തെയൊക്കെ നല്ലൊരു സെറ്റപ്പിലാക്കി എടുക്കണമെങ്കിൽ അത്യാവശ്യം കാശ് ചെലവ് വരും. അപ്പോൾ തൽക്കാലം നമുക്കത് അത്യാവശ്യമുള്ളതല്ലല്ലോ, അതുകൊണ്ട് നമ്മളത് അവിടെ നിർത്തിച്ചു. കയറാവുന്ന ഒരു വിധത്തിലാക്കണം എന്നുണ്ട്. കുറേ നാളായില്ല ഇതിങ്ങനെ നിൽക്കണം. അപ്പോൾ അതിലേക്കൊരു കോണി വെച്ച് കൊടുത്ത് അടിയിൽ ബോർഡ് ഇട്ട് കൊടുത്തിട്ട് ചുറ്റും കൈവരി മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കയറാമല്ലോ. അപ്പം അതിന് വലിയ കാശ് ചെലവ് വരില്ല. അങ്ങനെ ചെയ്യണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കുറേ മെറ്റീരിയൽ ഇവിടെ തന്നെയുണ്ട്, മെറ്റീരിയൽ എടുക്കേണ്ടി വരില്ല. അപ്പോൾ പണിക്കൂലിയ മതിയാവും. പിന്നെ ബോർഡിൻ്റെ അത് പിടിപ്പിക്കാനുള്ള ചിലവ് വരും. വ്ളോഗ്സ് ബൈ സിന്ധു, സൂപ്പർ വീഡിയോ. കറികൾ രണ്ടും കണ്ടിട്ട് സൂപ്പർ. സരിത തട്ടിക്കൂട്ട് കറി നല്ലതാണെന്നേ പറഞ്ഞുള്ളൂ. ഏതായാലും ജോയി ചേച്ചി ഒരു പഞ്ചപാവമാണെന്ന് തോന്നുന്നു. സരിത എന്തെങ്കിലും സത്യങ്ങൾ പറയുമ്പോൾ അജയേട്ടൻ്റെ ചിരി, അത് വളരെ മനോഹരം. ഇന്ന് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സഹോദരി സിന്ധു തൊടുപുഴ. തട്ടിക്കൂട്ട് കറി മാത്രമല്ല, മറ്റേത് നല്ല ടേസ്റ്റ് ആയിരുന്നു. മറ്റേ കറിയിൽ കുറേ സാധനങ്ങളൊക്കെ ചേർക്കണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. ഇതിൽ പറഞ്ഞ സിമ്പിൾ നിസ്സാര സാധനങ്ങളല്ലേ. പിന്നെ കമൻസ് ഉണ്ട്, അതിലൊരു മുട്ട ഒഴിച്ചിട്ടേ പൊട്ടിച്ചൊഴിച്ച് അതിനെ കൊത്തിപ്പൊരിയാക്കിയിട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ആ സാധനം. ഇനി അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നോക്കണം. പിന്നെ ജോജി ചേച്ചി ഒരു പാവാണ്, ഭയങ്കര ഇഷ്ടമാണ്, സംസാരിച്ചുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ആൾക്കെന്ന് പറഞ്ഞാൽ 2011 ആളുടെ ഹസ്ബൻഡ് മരിച്ചു പോയില്ലോ. പിന്നെ ഒരു മോളാണ് ആകെപ്പാടേ ഉള്ളൂ. മോളുടെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞു, 4 വർഷമായി. അപ്പോൾ മോള് ബാംഗ്ലൂർ, മോൾക്കും ശാലിനിക്കും ആർക്കിടെക്റ്റാണ് കേട്ടോ. ശാലിനിക്കും ഹസ്ബൻഡിനും ബാംഗ്ലൂർ തന്നെയാണ് ജോലി. അപ്പോൾ അവരവിടെ സെറ്റിലായി. ജോലി ചേച്ചി ഇടയ്ക്ക് അങ്ങോട്ട് പോയി നിൽക്കും, പിന്നെ ഇവിടെ ഒറ്റയ്ക്ക്. അപ്പം ഞങ്ങളൊന്നും കൊണ്ടുവരാൻ പോയ സമയത്ത് പാവം തോന്നി, ആ വീട്ടിൽ ജോലി ചേച്ചി ഒറ്റയ്ക്ക്. അപ്പോൾ ആളാണെങ്കിൽ ഭയങ്കര സംസാരപ്രിയാണേ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ നിന്നാൽ 2 ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓരോ ജോലികൾ ചെയ്യണമെങ്കിൽ എൻ്റെ ഒപ്പം നടന്ന് അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ അതും ഇരിക്കും ആൾ, എന്നിട്ട് അതിനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കപ്പോൾ അവിടെ ഇത്രയും വർത്താനം പറയാൻ ഇഷ്ടമുള്ള ജോലി ചേച്ചി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേന്ന് ചോദിക്കും ഞാൻ അവിടെ. അപ്പോൾ ആൾ പറയാം, അപ്പം ഞാനിവിടുത്തെ പാത്രങ്ങളോടും പുറത്ത് വന്നിരിക്കുന്ന കിളികളോടും പൂക്കളോടും ചെടികളോടും എല്ലാം മരത്തിനോടൊക്കെ സംസാരിക്കുന്നു.
കയ്യിൽ നിന്ന് ഒരു പാത്രം വീണ് കഴിഞ്ഞാൽ ആ പാത്രത്തിനെ കുറേ ചീത്ത പറയും. എന്തിനാ നീ ഇപ്പം കയ്യിൽ നിന്ന് വീണേന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കുറേ. അപ്പം പുറത്തുനിന്ന് കാണുന്നവരും ശരിക്കും ഇതിന് വട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ ആളങ്ങനെ സംസാരിക്കുന്നു. പാവം. വർഗീസ്, ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ. കാര്യം ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്നതാണ്. വീടും തൃശ്ശൂർ തന്നെ. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്നത് സിംഗപ്പൂരാണ്. നാട്ടിൽ വരുമ്പോൾ കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യം ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ചെറിയ കുശുമ്പ്. എന്തെങ്കിലും ഇതുപോലെ പറ്റുമെന്ന് വിചാരിക്കുന്നു. ശോഭന ചേച്ചിയാണേ, കറി വെച്ച് നോക്കണം. വീഡിയോ സൂപ്പർ. ഒരു ദിവസം നമ്മുടെ ഇങ്ങോട്ട് നാട്ടിൽ വരുമ്പോ അതന്നെ ശോഭന വർഗീസ് കൊണ്ടാണ് ഈ ചേച്ചി കമന്റ് ഇടാറുണ്ടായിരുന്നേ. ഞാൻ ID എന്തോ നഷ്ടപ്പെട്ടു പോയി. ഇതിന്നാണ് ഇടുന്നത്. അടുത്തത് ആൻസ്. ഹലോ ഹായ് അജു, സരിത, ജഗുമോ. എൻ്റെ ജ്യോതി ചേച്ചി, ഇന്നത്തെ റെസിപ്പീസ് മഹാരാഷ്ട്രൻ ഡിഷസ്, സിമ്പിൾ കറീസ്, വെരി ടേസ്റ്റി. ആലു മട്ടർ ഇസ് ക്വൈറ്റ് റിച്ച് ആൻഡ് ടേസ്റ്റി ടു. ജോജി ചേച്ചി പറഞ്ഞ പോലെ ഫുൽക്ക ഈസ് വെരി ഈസി ആൻഡ് ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഓഫ് കുക്കിംഗ് ചപ്പാത്തി. മെഡിക്കലി ഇറ്റ്സ് പ്രൂവ്ഡ്. ഡയറക്ട്ലി കുക്കിംഗ് ഓൺ ഗ്യാസ് ഫ്ലെയിം ഇസ് അൺഹെൽത്തി. ഇന്നത്തെ ഡിഷസ് എല്ലാം ജഗുമോൻ ഇഷ്ടപ്പെട്ടു. ഹാവ് എ നൈസ് ടൈം. ബൈ. അത് ശരി. അത് ആൻറ്റി ചെയ്യുന്നുണ്ടെ, ബോംബെയിലത്തെ ആൻറ്റി ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയും ചപ്പാത്തി ഓരോടനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ്. അതായത് പിടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ വല്ല പാത്രത്തിലാവും. അപ്പോൾ ചപ്പാത്തി ഒന്ന് മറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം എടുത്ത് മാറ്റിയിട്ട് ഈ ഫ്ലെയിമിലേക്ക് ഇതിനെ വല്ല പക്കട് വെച്ചിട്ട് ഫ്ലെയിമിലേക്ക് നേരെ വെച്ചു. അപ്പോൾ ഒരൊറ്റ പോള വരും. സ്പീഡിൽ ചപ്പാത്തി വേവിക്കലും കഴിയും. അങ്ങനെ ചെയ്യാറുണ്ട്. അതിനെയാണ് ഫുൽക്ക എന്ന് പറയുക. അത് ജോജി ചേച്ചി പറഞ്ഞില്ലേ, ഫുൽക്ക, അതാ പറഞ്ഞത്. അടുത്തത് റോസ്ലിൻ പീറ്റർ. ഡിയർ അജു, സെറ, ജഗു, എല്ലാവരെയും വളരെ ഇഷ്ടം. രാവിലെ എണീറ്റാൽ നിങ്ങളുടെ വീഡിയോ കാണണം. എന്നും കാണും. കാണുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ആയതിനാൽ അടുത്ത കമൻറ്റ് വായനയിൽ എന്നെയും ചേർക്കണം. പോസിറ്റീവ് കമൻറ്റ് അല്ല, പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന കമൻറ്റൊക്കെ നമ്മൾ വായിക്കില്ല. അതുകൊണ്ട് ആൾക്ക് ടെക്നിക്ക് പിടികിട്ടി. ഇത് ഇവർ വായിക്കണം എന്നുണ്ടെങ്കിൽ, കമൻറ്റ് വായിക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്ന എഴുതിയാൽ മതി. അജുവിൻ്റെയും സരിതയുടെയും സംസാരം വളരെ ഇഷ്ടം. വായിക്കില്ലേ? വായിച്ചു. അടുത്തത് ശ്രുതി ഗിരീഷ്. എൻ്റെ ചേച്ചി ചേട്ടാ, ഇടയ്ക്ക് ഇങ്ങനെ അയ്യോന്നൊന്നും പറയല്ല. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ എന്ത് പറ്റിയാവോന്ന് വിചാരിച്ച് ഓടി വന്ന് നോക്കി. ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. അപ്പോൾ ബ്ലൂടൂത്ത് ഈ ഹെഡ്സെറ്റ് വെച്ചിട്ടാവും ഇതില് ഓണായിട്ട് കിടക്കുന്നുണ്ടാവും മൊബൈലില്. എന്നിട്ട് പണിയെടുത്തോണ്ടിരിക്കും. അപ്പൊ അയ്യോന്ന് പെട്ടെന്ന് കേട്ടപ്പോഴേ. അടുത്ത് പ്രിയ വിജയകുമാർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അജു ചേട്ടൻ ഓരോ ദിവസവും സുന്ദരനും സുമുഖനുമായിട്ട് വരുന്നു. എന്താണ് രഹസ്യം? പ്രായം കൂടി വരില്ലേ? പ്രായം കൂടിയൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ചേട്ടൻ സുന്ദരനാവുന്നുണ്ട്. ഈ ഇടയായി ഓരോ ഉടനെ ചേട്ടൻ ഇത്തിരി ഒരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചിങ്ങനെ ക്യാമറയിലൊക്കെ കാണും, വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ തന്നെ ചേട്ടനോട് അത് ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ മുഖമൊക്കെ നല്ല സ്മൂത്തായി, ഭയങ്കര ചെറുപ്പം, ഒന്നുകൂടി ചെറുപ്പമൊക്കെ തോന്നുന്നു. കൂടുതൽ ഭംഗി വെച്ചു, കൂടുതൽ ചുവപ്പ് കളറായി ഒന്നുകൂടി. അത് കൂടുതൽ ഈ വേലി കെട്ടിയതിന് ശേഷമാണ് മെയിനായിട്ടും തോന്നുന്നുണ്ട് ഭംഗി കൂടിയത്. ഐ ആൻഡ് ലഫി എന്ന് പറഞ്ഞിട്ടുള്ള ആള് അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ടേക്കണേ, അജു ചേട്ടൻ്റെ ഫേക്ക് ഐ ഡി എന്നത്. അതായത് ചേട്ടൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ചേട്ടൻ തന്നെ പറഞ്ഞേക്കണതാണ്. അത് ശരി. അടുത്ത പ്രസിദ്ധ ഹരി. കറികൾ ഇഷ്ടമായില്ല. നമ്മുടെ നാടൻ കറികളുമായി നിങ്ങൾ വരുന്ന അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹം. നാടൻ മാത്രമല്ല, ഇടയ്ക്ക് നോർത്ത് ഇന്ത്യൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആവാലോ മാറ്റം. അതെ. അടുത്തത് തലേബ്രോയ് പ്രണത. മാമ്പഴം അജുവേട്ടൻ ഇപ്പം കടിക്കുന്നു വിചാരിച്ചു. കഴുകൽ ആവശ്യമില്ലാത്ത ചക്ക കഴുകുകയും കഴുകേണ്ട ഞാവൽപ്പഴം, മാങ്ങ ഇതൊക്കെ കഴുകാതെ കടിക്കുകയും ചെയ്യുന്നതാണല്ലോ ശീലം. പിന്നെ എനിക്ക് 2 മാങ്ങാത്തൊലി കൂട്ടാനും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ പോണു. ഇവൾക്ക് ഒരു മാങ്ങാത്തലി കൂട്ടാൻ വെച്ചിട്ട് കഴിപ്പിക്കണം, നല്ല ശരിയാവുള്ളൂ. എപ്പോഴും പറയും മാങ്ങാത്തലി കൂട്ടാൻ. ഈ മാങ്ങാത്തൊലി കൂട്ടാൻ എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് ആള് കമന്റ് ഇടും എപ്പോഴും. അപ്പൊ അങ്ങനെ കമന്റ്സ് ഇത് കഴിഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് വരാട്ടാ. ആ വീട്ടിലത്തെ 2-3 കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോയിൽ വരാൻ. അവരെ സ്കൂളിൽ കുട്ടികളൊക്കെ കാണാൻ അത്ര നമ്മുടെ ചാനൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ഞങ്ങളുടെ വക. 3 കുട്ടികൾ നിൽക്കുന്നുണ്ട്, അവരെ കാണിച്ചു തരാം കേട്ടാ. ഇവരെ കുറേ നാളായി നമ്മൾ പറയണു വീഡിയോ എടുക്കുമ്പോൾ അതിൽ കാണിക്കാന്ന്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവരിവിടെ കാണില്ല. ഇതാണ് 3 കുട്ടികൾ. 3 കുട്ടികൾ നമ്മുടെ ജോവിൻ്റെ വീടായിരുന്നു. ഈ ജോവിൻ്റെ വീട് ഇവരാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ 2 പേര് കേട്ടാ. ഈ കുട്ടിയുടെ വീട് ഏതാ? അവിടെയാ, ആ വഴിയിലാ അല്ലേ? എന്തെന്നാ പേര്? നക്ഷത്ര. പിങ്കി. വീട്ടിൽ വിളിക്കണ പേരാണ് പിങ്കി. ശരിക്കുള്ള പേര് അതിത്രി. ഇല്ല അവര് വെറുതെ കാണിക്കണതാ. എന്താടാ
കുഞ്ഞു കുട്ടികളല്ലേ അവരെ പേടിപ്പിക്കാൻ പാടുണ്ടാ? അവരെ പേടിപ്പിക്കാൻ പാടുണ്ടാ? അവൻ പടക്കം പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് അവ ഇരിക്കണേ. ചാർലി അല്ലേ? അതിത്രി, ആദ്യ, സുന്ദരി. അയ്യോ, സുന്ദരിയുടെ ശരിക്കും ഇവരെ പേരൊക്കെ എനിക്ക് അറിയണതാട്ടാ, പക്ഷെ ഞാൻ മറന്നു. ഞാൻ എപ്പോഴും പേര് ഇനി മറക്കില്ല. പിങ്കിയും സുന്ദരി ഇനി മറക്കില്ല. നക്ഷത്രരെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തുട്ടാ? നച്ചു, നാച്ചു. അതെ, പരീക്ഷയ്ക്ക് കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ? റിസൾട്ട് വന്നാ? എന്തായാലും അങ്ങോട്ട് കയറാൻ പറ്റില്ല, പേടിക്കണ്ട. ഇവരെല്ലാം പാചകങ്ങളൊക്കെ ചെയ്യണ വീഡിയോയില് ഇവിടെ കാണുകയാണെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങളെ വിളിക്കുക? കോണി വെച്ചിട്ട് ഇറങ്ങാം. അതന്നെ. മതില് ചാടാൻ പറ്റില്ല, ഇങ്ങോട്ട് ചാടി കാലോടിയും. അത് കുഴപ്പമില്ല, ഞങ്ങള് കോണി വെച്ച് തരുന്നുണ്ട്. അവിടെ അതിനേക്കാളും ഹൈറ്റ് കൂടുതലല്ലേ, താഴ്ച കൂടുതൽ അവിടെ. ഇവിടത്തേനേക്കാളും കണ്ട റോഡ് ശരിക്കും കാലോടിയും. ശരിട്ടപ്പോ ഇനി വരാട്ടാ.